ADGP MR അജിത് കുമാർ സസ്പെൻഷനായ ഒഴിവിൽ DGP റാങ്കിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ADGP S ശ്രീജിത്തിന് കുരുക്കുമുറുകുന്നു. ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ നടത്തിയതടക്കം 5 ഇടപാടുകളിൽ വൻ അഴിമതിയാണ് എന്ന പരാതിയിൽ പുതിയ അന്വേഷണം തുടങ്ങുകയാണ്. ഇതേ പരാതികളിൽ ശ്രീജിത്തിന് ക്ലീൻ ചിറ്റ് നൽകിയ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തത് ഇരട്ടിപ്രഹരമാണ്. ആഭ്യന്തര സെക്രട്ടറി 3 ആഴ്ചക്കകം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്ക്വാഡ് അഴിമതിക്ക് കളമൊരുക്കാനായിരുന്നു. ഇതേ സ്ക്വാഡിന്റെ ശുപാർശയിൽ സസ്പെൻഷനായ പലരോടും കണ്ണൂരിലെ ഇടനിലക്കാരൻ മുഖേന പണം ആവശ്യപ്പെടുകയും പലരെയും പിന്നീട് നടപടികൾ ഒഴിവാക്കി തിരിച്ചെടുക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നതാണ് S ശ്രീജിത്തിനെതിരായ പരാതിയിലെ ഏറ്റവും ഗൗരവമുള്ള ഇനം. കൂടാതെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ നടത്തിയ വിദേശയാത്ര സർക്കാർ അനുമതി വാങ്ങാതെയായിരുന്നു. ഇതേ യാത്രയിൽ ഉദ്ഘാടനം നടത്തിയ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യത്തിനായി ശ്രീജിത്തിന്റെ IPS യൂണിഫോമിലുള്ള ഫോട്ടോ വെച്ച് പ്രചാരണം നടത്തി എന്നിങ്ങനെയും പരാതികളുണ്ട്. എല്ലാത്തിനും പുറമെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ADGPക്ക് അടുത്ത ബന്ധമാണെന്നും പോലീസ് ആസ്ഥാനത്തെത്തി പോറ്റി ശ്രീജിത്തിനെ ഷോൾ അണിയിച്ചത് ഇതിന് തെളിവാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന പരാതിയിൽ ഈ ബന്ധം ഉപയോഗിച്ച് നടത്തിയ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്നു. കൂടാതെ ADGPക്ക് ബന്ധമുള്ള ഗാനമേള സംഘത്തിന്റെ ഇടപാടുകളും അവർക്കായി നടത്തിയ വാഹന ദുരുപയോഗം അടക്കം പരിശോധിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ ദിബിൻ ഇടവന നൽകിയ പരാതിയിൽ പറയുന്നു. ഇതേ പരാതികൾ നേരത്തെ വിജിലൻസിന് നൽകിയത് അന്വേഷിക്കാനുള്ള ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ അപേക്ഷയും സർക്കാരിൽ കെട്ടിക്കിടക്കുകയാണ്. അതേസമയം ഇവയിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഒളിച്ചു കളിച്ച മുൻ ആഭ്യന്തര സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ വിശ്വനാഥ് സിൻഹയുടെ നടപടി കൈയോടെ പിടികൂടിയാണ് ഹൈക്കോടതി കർശനമായി വിഷയത്തിൽ ഇടപെട്ടത്. പരാതിക്കാരനെയും ആരോപണ വിധേയനെയും ഒന്നിച്ചിരുത്തി ജോയിന്റ് ഹിയറിംഗ് നടത്താൻ ശ്രമിച്ച സിൻഹ അതിൽ പരാതിക്കാരൻ ഹാജരാകാതിരുന്നതോടെ പരാതികൾ അപ്പാടെ തള്ളി ഉത്തരവിറക്കി. ഇതിലിടപെട്ടാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ആ ഉത്തരവ് റദ്ദാക്കി പുതിയ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. DGP റാങ്കിലേക്കുള്ള പ്രമോഷന്റെ പടിക്കലെത്തി നിൽക്കുമ്പോൾ ഈ ഇടപെടൽ S ശ്രീജിത്തിന്റെ നില പരുങ്ങലിലാക്കുകയാണ്. അനിൽ ഇമ്മാനുവൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.